ഒസിയമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ അതെ ഇതേ നമ്മൾ തിരുവല്ലയിലൊക്കെ പോയിട്ട് വന്നു. അടിപൊളി ട്രിപ്പായിരുന്നു അല്ലേ ഏട്ടാ? അതെ അതെ, നല്ല ട്രിപ്പാണ്. പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ജലദോഷമൊക്കെ പിടിച്ചു അല്ലേ? സൗണ്ടൊക്കെ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ക്ലിയറായി വരുന്നേ ഉള്ളൂ. യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ കടച്ചക്കയൊക്കെ പറിച്ചത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇന്ന് നമുക്ക് നമ്മുടെ കടച്ചക്കയും കൊണ്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. കടച്ചക്ക വറുത്തരച്ച് ചാറ് വെക്കാവേ. ഇതേ ഞാനതിനത് കടച്ചക്കയൊക്കെ എടുത്ത് പിടിച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമുക്കിന്ന് കടച്ചക്ക വറുത്തരച്ച് ചാറ് വെക്കാം. ഞാൻ ആദ്യം കടച്ചക്ക ഒന്ന് ചെത്തി കൊണ്ടുവരട്ടോ കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ നമ്മുടെ കടച്ചക്കയൊക്കെ ചെത്തി കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മുറിച്ചിട്ട് നമുക്കിത് അരിഞ്ഞിടാം കേട്ടോ. ഇതിങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൂഞ്ഞിലി ഉണ്ടല്ലോ, ഇത് ഈ കൂഞ്ഞിലി നമ്മൾ കുറച്ചങ്ങ് എടുത്ത് കളയണം കേട്ടോ. ഇതിൻ്റെ കൂഞ്ഞിലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അരിഞ്ഞിടാവേ. തീരെ ചെറുതൊന്നും ആക്കണ്ട കേട്ടോ. നമ്മൾ വറുത്തരച്ച് ചാറ് വെക്കണേ. പിന്നെ ഞാൻ കുക്കറിലോട്ടോ വയ്ക്കണേ. നമുക്കല്ലാതെ പാത്രത്തിൽ വേവിച്ചാലും മതി. ഞാൻ കുക്കറിൽ വയ്ക്കും. ഞാൻ കാണിക്കാം എങ്ങനെയാണ്. അത്രയും മുഴുപ്പിൽ നമുക്ക് അരിഞ്ഞരിഞ്ഞ് ഇതെല്ലാം അങ്ങ് അരിഞ്ഞിടാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കടച്ചക്കയൊക്കെ അരിയുമ്പം കുറച്ച് വെള്ളത്തിലോട്ട് അരിയണം കേട്ടോ. കാരണം ജസ്റ്റ് ഇതിനൊരു മുളഞ്ഞീനുള്ളതാണ് ഈ കടച്ചക്കയ്ക്ക്. അതുകൊണ്ട് അരിഞ്ഞിടുമ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം. ചുമ്മാ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് കറുത്ത് പോകും കേട്ടോ. കറുത്ത് അത് മുളഞ്ഞീനൊക്കെ അതിലോട്ട് പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്നത്. നമുക്കിതിനകത്തോട്ട് എല്ലാം അരിഞ്ഞിടാം കേട്ടോ. ഇതേ നമ്മുടെ കടച്ചക്കയൊക്കെ ഞാൻ അരിഞ്ഞ് കൊണ്ടോ ഈ മുഴുപ്പിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യം കഴുകി വാരിയിടണം കേട്ടോ. ഞാൻ 2 പ്രാവശ്യം കഴുകി വെച്ചേക്കുന്ന ഇനി പതിപോലെ ഞാനൊരു കുക്കറിനകത്തോട്ട് വേവിക്കുന്നത്. പിന്നെ ഈ കടച്ചക്കൊക്കെ നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ പലതിനും പല വേവായിരിക്കും കേട്ടോ. നമുക്ക് കൃത്യം വേവൊന്നും അറിയത്തില്ല. പിന്നെ കുക്കറി വേവിക്കണം, നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇതിപ്പം നമ്മുടെ കടച്ചക്കയാണ്, നല്ല വെണ്ണ പോലെ വേകുന്ന കടച്ചക്കയാണ്. എങ്കിലും സമയവും ഗ്യാസും ഒക്കെ ലാഭിക്കാൻ വേണ്ടി ഞാൻ കുക്കറിനകത്തോട്ട് വേവിക്കണേ. നമുക്കിത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ദേ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ഇവിടെ കുറച്ച് നിങ്ങൾ പഞ്ചായത്തിൽ നിന്നല്ലേ? ഹെൽത്ത് ഓക്കെ 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 ഹെൽത്തിൽ നിന്നാണ്. നിങ്ങൾ എന്നതിനായിരുന്നു? 0 to 5 കുട്ടികൾ പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പിള്ളേരെ വിളിച്ച് ചോദിക്കട്ടെ, അവർ ചെറുപ്പത്തിൽ തന്നിട്ടുണ്ടോന്ന്. നമ്മുടെ പിള്ളേരുണ്ട്, പക്ഷെ ഇവിടെ ഇല്ലല്ലോ. 5 വയസ്സ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. വേറെ പുറത്തുനിന്ന് കുട്ടികൾ ആരും വന്നിട്ടില്ല എന്നുള്ളതും ഓക്കെ ഓക്കെ ആരും മിസ്സായി പോയിട്ടില്ല എന്ന് അറിയണമല്ലോ. എവിടെയെങ്കിലും വന്ന കുട്ടികളുണ്ടോ, അല്ലെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഏതെങ്കിലും എല്ലാ വീടുകളിലും ഇങ്ങനെ പോകും അല്ലേ? എല്ലാ വീട്ടിലും കവർ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല. നമ്മൾ അതിന്റെ കണക്കെടുത്തിട്ട് ഒന്നുകിൽ കൊടുക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടു തരും. അല്ലെങ്കിൽ PHCയിലേക്ക് വരുത്തും. ഞങ്ങൾക്ക് പോളിയുണ്ടോ? ഇല്ല. അതെ, ഇതൊക്കെ ഞങ്ങളുടെ അയലോക്കംകാരും കേട്ടോ അല്ലേ? വീട് എവിടെയാ? എൻ്റെ വീട് കാഞ്ഞിരമറ്റം. തൊടുപുഴ. അയ്യോ, ഈ പുള്ളിക്കാരത്തെ ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ആശാ വർക്കർ. അതെ 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 കൊറോണ സമയത്ത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത ആളാണ് കേട്ടോ. കണ്ണമ്പാറേ. ഓക്കെ 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 കൊച്ചങ്ങ് മാറിയെന്ന്. ഓക്കെ, എനിക്ക് അങ്ങനെയൊന്നും വലിയ പരിചയമൊന്നും ഇല്ല. ഓൺലൈനിൽ നല്ല പരിചയമുണ്ട്, പക്ഷെങ്കിൽ അതന്നെ. ആ ഓക്കെ. അപ്പം ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തൊരു ആയിന്ന് കഴിയാറായോ? രാവിലെ ഇറങ്ങുമോ? നല്ലൊരു സേവനം കേട്ടോ അത്. അപ്പം ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മുടെ കടച്ചക്കയൊക്കെ അരിഞ്ഞ് എടുത്ത് ഇതിനകത്തോട്ടിടാൻ തുടങ്ങിയപ്പോൾ 3-ാമത്തെ പ്രാവശ്യം കേട്ടോ നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് മാറിപ്പോണു. ആദ്യം നമ്മുടെ ഹൗസ് നിമിഷയെ കൂടെ വിളിച്ചു, പിന്നെ അവരോട് വർത്തമാനം പറയാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടില്ലോ നമ്മുടെ പോളിയോ കൊടുക്കുന്ന പിള്ളേരൊക്കെ വന്നു. അങ്ങനെ അവരുടെ അടുത്ത് പോയി ചില വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നമ്മുടെ അയൽവക്കംകാരല്ലേ, അവരും അടുത്തൊക്കെ വരുന്നതല്ലേ. അങ്ങനെ അതും മാറിപ്പോയി. ഇത് നമുക്ക് എന്താണേലും ആരും വരുന്നതിന് മുമ്പ് ഇതെടുത്ത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. നമ്മുടെ ഈ കടച്ചക്ക എടുത്ത് ഞാൻ പറഞ്ഞല്ലോ കഴുകി വാരി വെച്ചേക്കുന്നതാണ്. 2-3 പ്രാവശ്യം വെള്ളമൊക്കെ മാറി കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കടച്ചക്ക കുക്കറിനകത്ത് ഇട്ടു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു പച്ചമുളക് ഞാൻ 4ആയിട്ട് കീറി കേട്ടോ. ഒരു പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ട്, പിന്നെ വേലങ്ങനെയും കൂടെ ഒന്ന് കീറിയേ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇടാവേ.
നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയാണ് ഈ കുടഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് വേകാൻ വേണ്ടി ഇതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശക്കലം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഉണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. തീരെ കുറച്ച് അതിൻ്റെ ചുവട്ടിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്കറെടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവേ വെക്കാം കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതിയേ. ഇത് നമ്മുടെ കടച്ചക്കയുണ്ട് നമുക്കറിയാം. ഒറ്റ വിസിൽ വന്നാൽ മതി. നല്ല വെണ്ണ പോലെ വേഗം കേട്ടോ. നമുക്ക് വെക്കാം കേട്ടോ. ആ സമയത്ത് കുക്കർ അവിടെ ഇരുന്ന് ചീറ്റിട്ട് കേട്ടോ. നമുക്ക് ആ സമയത്ത് ഇത് ഞാനിവിടെ ഒരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് നമുക്ക് പാനിനകത്തോട്ട് ഇതെന്നാ ചെയ്യണമെന്നറിയാമോ? ഇത് നമ്മുടെ ചോറ് വെക്കണ അരിയാണ് കേട്ടോ. ഒത്തിരിയോ നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയാണേലും കുഴപ്പമില്ല കേട്ടോ. ആ അരി കൂടി കുറച്ച് നമ്മൾ ഈ പാനിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണേ. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു 1/4 പിടിയേ കേട്ടോ. നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ വറുത്ത് അരി നന്നായിട്ട് പൊട്ടി വരട്ടെ. നമ്മുടെ അരിയെല്ലാം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ പൊട്ടലൊക്കെ നിന്നു. നമുക്കതൊരു ആ ബൗളിലോട്ട് തന്നെ തിരിച്ചിടാവേ. വെച്ചു അതവിടെ ഇരുന്ന് ചൂടാറട്ടോ കേട്ടോ. എന്നിട്ട് ഇതേ പാനിലോട്ട് നമ്മൾക്ക് തേങ്ങ കേട്ടോ. ഇത് തേങ്ങ ചിരണ്ടിയതാണേ. ഇത് ഒരു വലിയ 1 മുറി തേങ്ങയുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി, അതായത് 1 മുറി തേങ്ങയുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് കുറേ കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഞാൻ ഇച്ചിരി നന്നായിട്ട് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. വലിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഭയങ്കരമായിട്ട് മൂപ്പിച്ച് കരിച്ച് കളയരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പയ്യെ ഇത് ഒന്ന് ചുമന്ന് വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ കുക്കർ ഓഫാക്കി ഇടാം. ഇതേ പയ്യെ കളറ് മാറി തുടങ്ങിയപ്പോഴത്തേക്കും ഞാനിതേ 2 ചെറിയുള്ളിയും കൂടി ഇതിനകത്തോട്ടിട്ടെ. ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുരുമുളകും കൂടി ഇടാവേ. ഞാനൊരു ഇത്രയും കുരുമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇടുന്നത് ഞാൻ എന്ത് സാധനം പറയും, എരിവിൻ്റെ സാധനമൊക്കെ ഇടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടണം കേട്ടോ. ഓൾറെഡി ഇതിനകത്തൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എരിവ് നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറയണ പോലെ അതേ അളവിലൊന്നും ചേർക്കണമില്ല. എരിവ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തണം കേട്ടോ. ഞാൻ എന്ത് സാധനം പറഞ്ഞാലും ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോ രീതിയല്ലേ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ അതിൻ്റെ അളവൊക്കെ ചേർക്കണം കേട്ടോ. മുളകും ഉപ്പ് അങ്ങനെ ചേർക്കണം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ പാകത്തിന് മൂത്ത് കേട്ടോ. നല്ലൊരു സ്വർണ്ണ നിറമായി കേട്ടോ. അങ്ങനെ ഇതായി കഴിഞ്ഞപ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ആദ്യം ഉണ്ടാക്കുന്നവരാണെങ്കിൽ പയ്യെ ഇത് ഈ സ്റ്റൗവിൽ നിന്ന് ഇത് പയ്യെ ഇങ്ങനെ എടുത്തൊന്ന് മാറ്റി വെച്ചാലും മതി കേട്ടോ. എടുത്ത് മാറ്റി വെക്കുമ്പോൾ അതൊന്ന് കാണിക്കുക കേട്ടോ. ടൈം കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയാണെങ്കിലും ഇത് പിരിയ മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർന്ന മുളക് പൊടിയാണേ. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കളർ തന്നെ അങ്ങ് മാറും. നമുക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. നല്ല ചൂടായി കിടക്കുന്നതല്ലേ, നമുക്ക് ഈ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. കാരണം പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊടി ഒന്ന് ചൂടായാൽ മതി, അതിൻ്റെ പച്ചമണം മാറിയാൽ മതി. നമുക്കുണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മുടെ മസാലയില്ലേ, ഇനി ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ മസാല ഇടാം, ഇനി മീറ്റിൻ്റെ ഇഷ്ടമെങ്കിൽ മീറ്റ് ഇടാം. അങ്ങനെ ഏത് മസാല ഇഷ്ടമെന്നുള്ള നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണ് കൂടുതൽ താല്പര്യം, ഏത് ഇഷ്ടം കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ, അല്ല നിങ്ങളുടെ പിള്ളേർക്ക് ഏത് ടേസ്റ്റാണ് കൂടുതലെന്ന് വെച്ചാൽ അതിടണം. ഞാൻ ചിക്കൻ ഇടണം, ഇടുന്നത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതൊരു 2 സ്പൂൺ ചിക്കൻ മസാല ഉണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടു കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചേക്കണ അരിയില്ലേ, അരിയൊക്കെ നന്നായിട്ട് ആറി നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കണ തേങ്ങയൊക്കെ അരപ്പും നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് ബൗളിനകത്തോട്ട് നമ്മൾ ആ വറുത്ത അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒട്ടും വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ ആദ്യം ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കും. പൊടിച്ച് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തോട്ട് വെള്ളം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കടച്ചക്ക എന്തോ നോക്കണ്ടേ, കടച്ചക്ക എന്തോ നോക്കാം കേട്ടോ. ഉണ്ടോ, നമ്മുടെ കടച്ചക്കയൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഈ അരപ്പ് അരച്ച ബൗളിൽ തന്നെ ഒരു ശക്കലം വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവേ. ഒട്ടും അരപ്പ് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ബൗളിലോട്ട് ഒഴിച്ചേ. എല്ലാവർക്കും കാണാൻ സൗകര്യത്തിന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുക കേട്ടോ. അങ്ങനെ അരപ്പെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ടല്ലോ.
ഈ അരപ്പിനകത്ത് കിടന്ന് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളമല്ലേ, കെറ്റിൽ ഇങ്ങനെ തിളപ്പിച്ച് വെച്ച്, ഞാനിത് വെള്ളം ഇങ്ങനെ കെറ്റിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണേ. സത്യം പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട്. പക്ഷേ ചേട്ടൻ പറഞ്ഞു അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ കേൾക്കാതെ ഇങ്ങോട്ട് ഞാൻ പറയാം, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരിയൊക്കെ കൂടി ഇതിനകത്ത് വറുത്ത് ചേർത്തേക്കുന്നതുകൊണ്ടുണ്ടല്ലോ നല്ല കൊഴുപ്പായിരിക്കും. നിങ്ങൾക്ക് ഇതിനാവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ, അല്ല ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് തിക്കായി പോകും. അതുകൊണ്ട് അതനുസരിച്ച് അതും കൂടെ കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ വെള്ളം ചേർക്കാനാണ്. തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് നല്ല കുറവുണ്ടായിരുന്നു, ഞാൻ ഈ ഉപ്പ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ കറി സെറ്റായി കേട്ടോ. നല്ല സൂപ്പർ കറി ആയതുകൊണ്ടോ, നല്ല കൊഴുത്ത ഗ്രേവിയൊക്കെ ആയിട്ട് ഉള്ള കറിയാണേ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തു കേട്ടോ. ഇതിനിച്ചിരി കടുക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയാണേ. എന്നിട്ട് അതിനകത്തോട്ട് ഞാനൊരു 1/2 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തേ. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നെയ്യ് ഇടണ്ട കേട്ടോ, നിങ്ങൾ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരി നെയ്യും വെളിച്ചെണ്ണയും കൂടെ കേട്ടോ ഒഴിക്കുന്നത്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കാവേ. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മുടെ കടുക് പൊട്ടി കേട്ടോ. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു വറ്റൽമുളകാണേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരാൾ കിടക്കുന്നുണ്ടോ, ആ ഉള്ളി അരിയാതെ ചാടിപ്പോയി കേട്ടോ. അവനതായിരിക്കും ഇഷ്ടം, അങ്ങനെ തന്നെ കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എന്ത് ചെയ്യണം, അന്നേരം അങ്ങ് മൂടി വെക്കണം കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഇറച്ചി കറി മാറ്റി വെച്ചേച്ച് കൂട്ടും. ഇനിയിപ്പോൾ ഇറച്ചി കൂട്ടിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇറച്ചിയാണെന്നും പറഞ്ഞ് കൂട്ടാം കേട്ടോ. അത് ഇറച്ചിയുടെ അതേ ടേസ്റ്റ് കൂട്ടാൻ പറ്റും കേട്ടോ. അത്രയും നല്ല കടച്ചക്കറിയാണേ. ഇത് കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കടച്ചക്ക വറുത്തരിച്ച് ചാറ് വെച്ചത് നല്ല തിക്കായിട്ടായിരിക്കണം കേട്ടോ. ഇനി ഇത് ഇരുന്ന് കുറച്ചും കൂടെ ചാറ് കുറയും കേട്ടോ. നിങ്ങൾക്ക് വേണേൽ കുറച്ചും കൂടെ ചാറാക്കാവേ. ഞാനേ അവിടെ ഒരു പ്ലാവ് ചെരിഞ്ഞു പോയായിരുന്നു, പ്ലാവും തയ്യ്, അത് പിടിച്ചു കെട്ടാൻ പോയതാ. ശരിയായോ? അത്യാവശ്യം നേരെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ആരാ കോണിയൊക്കെ പിടിച്ചു തന്നെ, ആരാന്ന് ചേട്ടൻ കണ്ടോ? പട്ടീനെ കൊണ്ടാണ് നീ കോണി വെപ്പിക്കണേ. ഇനി എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്ന അവളാവട്ടെ എൻ്റെ കൂട്ട്. ഞാൻ കോണി എടുത്തോണ്ട് പോകുമ്പോൾ കോണിയുടെ ഒരു സൈഡിൽ പിടിക്കുവേ. പോട്ടെ പോട്ടെ പോട്ടെ. കൊണ്ട് വെക്കാൻ പോവാ, കൊണ്ട് വെക്കാൻ വേണ്ടിയാ കേട്ടോ. അവള് പിടിച്ചു തരുന്ന കേട്ടോ. ഞാൻ കയറിപ്പോഴുണ്ടല്ലോ ചോട്ടി പിടിച്ചോണ്ടിരിക്കുവായിരുന്നോള്. വഴി മുടക്കുവാണല്ലോ. അവളത്തെ പിടിക്കാനേ ഇതിന്റെ അറ്റത്ത് പിടിക്കാൻ വേണ്ടി വരുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന പാവം. കൊണ്ടേ വെച്ചിട്ട് വരട്ടെട്ടോ. അങ്ങനെ 4 മണിക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. ഇന്ന് എവിടെ ഇരുന്ന് കുടിച്ചേക്കാന്ന് ഓർത്തു. ഇന്ന് ഇച്ചിരി തെളിവൊക്കെ ഉണ്ടല്ലേ ഏട്ടാ? അതെ അതെ, ഇച്ചിരി തെളിവൊക്കെ ഉണ്ട്. ഇതേ ലക്കി ഞങ്ങളുടെ പുറകെ നടപ്പുണ്ടേ. നിങ്ങളൊരു സൂത്രം കണ്ടോണേ, ഈ പഴം കാണുമ്പോൾ ലക്കി കാണിക്കുന്ന കണ്ടോണേ. ഇപ്പോൾ വയറ് നിറയെ ചോറുണ്ട്, അതുകൊണ്ട് മേടിക്കുമെന്നറിയില്ല, എന്നാലും നോക്കണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നമ്മുടെ പഴം കേട്ടോ. ഉണ്ടോ പുറകെ നിൽക്കുന്ന ഒരു ചുണ്ടില്ലാക്കണ്ണൻ കൊല പഴുത്തതാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പൂച്ചയപ്പം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണേ. ഇന്നലെ എൽസി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ രണ്ടുകൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു പരിപാടി. ഇതിപ്പോൾ ഞാൻ ആ പ്ലാവുന്തേ വലിച്ചു കെട്ടാൻ പോയപ്പം കപ്പളത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പഴം കാണിക്കുമ്പോൾ അവൾ കാണിക്കുന്നത് കണ്ടോണേ. ഇതെന്നതാ ഭയങ്കര പഴക്കൊതിച്ചിയാനേ. വലിയ ഇഷ്ടം കേട്ടോ പഴം. തരാം വഴക്കൂടൽ, ക്ഷമയോടെ നിൽക്കണം. അമ്മച്ചി എൻ്റെ ഉടുപ്പയിലൊക്കെ ചെളി പറ്റിക്കുക മുറ്റത്തൂടെയൊക്കെ നടന്നിട്ട്. പഴം മാത്രം എന്നാണെന്നറിയാമോ, നമ്മൾ വാരി കൊടുക്കണേ. അതന്ന് ആ കാലൊടിഞ്ഞപ്പോൾ അവൾക്ക് സുഖമില്ല കിടന്നപ്പം എന്തേലും കഴിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ പഴം വാരി കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇതാ പരിപാടി, പഴം വാരി കൊടുക്കുക. അതുകൊണ്ട് പഴം അല്ലാതെ കൊടുത്താൽ കഴിക്കുകയില്ല. എപ്പോൾ കയ്യിലിരുന്നാലും ഓടി വരും ഭയം വിളിച്ചിട്ടുണ്ട്. ബാബാ കയറുക, കയറ്റി നിൽക്കുക. അങ്ങനെ നിൽക്കുക. ഇപ്പോൾ ചോറുണ്ടതുകൊണ്ട് ഒരു ഇച്ചിരി മടി, അല്ലേ ഉണ്ടല്ലോ സമ്മതിക്കുകയല്ല. അത് മുഴുവൻ കൊടുത്ത് കഴിയുന്നിടം വരെ ഇവിടെ കിടന്ന് കലറി വിളിക്കും കേട്ടോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ കുഞ്ഞുമാവയാണല്ലോ എന്നോർത്താ കേട്ടോ തരുന്നേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ കുഞ്ഞുഞ്ഞല്ലേ ഇപ്പം, ഇപ്പോഴത്തെ കുഞ്ഞുഞ്ഞിയല്ലേ നീ അല്ലേ? ചേട്ടാ, നമ്മുടെ കടച്ചക്കറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നു, അടിപൊളിയല്ലേ? നല്ല കടച്ചക്കറി. അതെ അതെ, ഓരോ ദിവസം ഓരോ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. ഓരോ ദിവസം മാറി ഓരോ രീതിയിൽ ഉണ്ടാക്കും. എല്ലാ രീതിയിലും നമുക്ക് ഉള്ളപ്പോലെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ?
അത് ധൈര്യമായിട്ട്. അതെ, അടിപൊളി കടച്ചക്ക കറി ആയിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഒരു വലിയ പാടൊന്നുമില്ലല്ലോ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ എന്നോട് പറയും എനിക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. നമ്മുടെ കടച്ചക്ക കറി വെച്ചു. ഈ എന്നെ ഇല്ലാക്കി എൻ്റെ മേത്ത് മുഴുവൻ അവൾ മണ്ണിൽ കൂടെ നടത്തിട്ട് മേല് മുഴുവൻ ചെളിയാക്കും കേട്ടോ. ഇതേ അങ്ങോട്ട് നോക്കിക്കേ. അവരോട് പറഞ്ഞ് എല്ലാവരോടും താങ്ക് യു പറഞ്ഞ് എല്ലാവരോടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അപ്പോൾ ഇതേ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. പിന്നെ ഇതേ ഞങ്ങൾ ഒരു ചെറിയൊരു യാത്രയൊക്കെ പോകണ്ടല്ലേ ഏട്ടാ. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ ഞങ്ങൾ അവിടെയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു, അയ്യോ കാണാമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളും പെട്ടെന്നൊന്നും ഒത്തിരി കണക്ക് കൂട്ടിയൊന്നും ആലോചിച്ചു ഇരുന്നിട്ടൊന്നും അല്ല കേട്ടോ പോണേ, അല്ലാതെ നമ്മളും പോണേ. അതുകൊണ്ട് പറയാൻ പറ്റാത്ത ഇനി മിക്കവാറും ഞങ്ങളൊരു കോഴിക്കോട് യാത്ര കാണും കേട്ടോ താമസിക്കാതെ. കോഴിക്കോട് പിന്നെ ഏതാ ചേട്ടാ സ്ഥലം? പേരാമ്പ്രയ്ക്ക് ഞങ്ങളൊന്ന് പോകണമെന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ ഇരിക്കണേ. അതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര നേരത്തെ ഞങ്ങൾ പറഞ്ഞേക്കാം കേട്ടോ. ഡേറ്റ് ഇപ്പോൾ എന്നാന്നും തീരുമാനിച്ചൊന്നുമില്ല. കുറച്ചുകൂടെ ഇച്ചിരി ഒരു മഴയ്ക്കൊക്കെ അല്ലേ, മഴയൊന്ന് കുറഞ്ഞിട്ടാണ് മിക്കവാറും അടുത്ത ആഴ്ച ആദ്യം തന്നെ പോകും. അതെ എത്രയും പെട്ടെന്ന് പോകണമെന്നോർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഒരു യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ആയിരുന്നു, അല്ലേന്ന് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വിഷമമാവും, നിങ്ങൾക്കും വിഷമമാവും. അതുകൊണ്ടാവട്ടെ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷത്തോടു കൂടി കേട്ടോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനാണേലും അല്ലേ ഏട്ടാ, കൂടുതൽ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒക്കെ ഒരു സന്തോഷം വേണമെങ്കിൽ നിങ്ങളൊക്കെ നല്ല കമൻറ്റുമൊക്കെ എഴുതി ഒത്തിരി പേര് കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴോ പിന്നെയും ഇടാൻ തോന്നും. കയറുന്നില്ല അല്ലെ, ഒത്തിരി പേര് കണ്ടില്ലെന്ന് തോന്നും, ഞങ്ങൾക്ക് സങ്കടം തോന്നും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർക്കും ഇന്ന് വേണ്ട, ഇനി അങ്ങ് നിർത്തിയേക്കാം, ഇനി ഇടണ്ട ഇല്ലേ ഏട്ടാ, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഞാൻ എന്നിട്ട് ചേട്ടനോട് പറയുകയും ചെയ്യും, ചേട്ടാ നമുക്ക് എന്നാ അങ്ങ് നിർത്തിയാലോ ചേട്ടാ, ആരും കാണുന്നൊന്നുമില്ല, കുറഞ്ഞു വരുവാന്നൊക്കെ പറയും. അതായത് ചേട്ടൻ പറയും, ഇല്ലടേ എനിക്കൊരു ബട്ടൺ വേണം, ഒരു സിൽവർ ബട്ടൺ വേണം. സിൽവർ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരിപാടി നിർത്താം, അതുവരെ നമുക്ക് എങ്ങനെയും നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചാച്ചന കേട്ടോ ഭയങ്കര കുതി. ചാച്ചൻ അങ്ങനെ ഒരു സിൽവർ ബട്ടൺ വേണ്ടി കാത്തിരിക്കുകയാണ്. കിട്ടും ചേട്ടാ? പിന്നെ കിട്ടാണ്ടിരിക്കുമോ? അന്ന് ചേട്ടൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ പറയണം, അവരും പറയും, നിങ്ങൾ പറയണം കിട്ടൂല്ലെന്നും പറയണം. അങ്ങനെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് കുറച്ചും കൂടെയൊക്കെ ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഓക്കേ.